സന്തോഷ് ജി എപ്പോ വന്നാലും പറയുന്നതാ ഇത് ന്യൂസ് ഇടുന്നതിനാ, ഇത് പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്നതിനാ. സന്തോഷ് ജി എങ്ങനെയാ പോപ്പുലർ ആയേ? ആ നിൽപ്പ് കണ്ട എന്തൊരു പാവാ. നിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അമ്മ അറിയട്ടാ. എനിക്ക് അമ്മയോട് എല്ലാം പറയണം, നീ കൈവിട്ടെ. സോഷ്യൽ മീഡിയയില് സന്തോഷ് ജിയുടെ കണ്ടന്റ് സന്തോഷ് ജി വെച്ച് കണ്ടന്റ് ആക്കിയതുകൊണ്ടാണ് സന്തോഷ്. ആക്കളി വേണ്ട, അത്തരം ദാനങ്ങളൊക്കെ ഇപ്പൊ ഇവിടുന്ന് പോയവനെ പോലുള്ള തെണ്ടികളോട് മതി. ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാൻ ഒരു വട്ടം എടുത്ത് പറഞ്ഞില്ല. നിന്റെ അടുത്തോട്ട് ഞാൻ കയറി വന്നോ? എന്നെ പൂജിക്കൂ എന്നെ പൂജിക്കൂ എന്നെ പൂജിക്കൂ എന്ന് പറഞ്ഞിട്ട് നിന്റെ അടുത്തോട്ട് കയറി വന്നോ? ഇൻസ്റ്റയിൽ പൈസ കിട്ടുന്നില്ലെന്നായാൽ അണ്ണനി പരിപാടി നിർത്തുവോ? പല നിർത്തുന്നില്ല. എന്റെ പെങ്ങളുടെ പുക കണ്ടേ ഇവിടുന്ന് പോവുള്ളൂ അല്ലേ? അദ്ദേഹം പണി തുടരും എന്ന് വരെ അറിയോ? ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ ഇദ്ദേഹം തുടരും. എന്ന് ഇവര് നിർത്തുന്നു അന്ന് ഇദ്ദേഹം പണി നിർത്തും. അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണിയിട്ടും വീട്ടിലിരിക്കും. ആളറിഞ്ഞ് കളിക്കട ചെറ്റെ. വിഷ്ണുവിന് ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് മുമ്പ് അവളോടെങ്കിലും ഒന്ന് അന്വേഷിക്കായിരുന്നു ഞാൻ ആരായിരുന്നു. ബാക്കിയുള്ളവരുടെ പോലത്തെ മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. പറയാൻ പറ്റൂ, സ്വന്തമായി കോമാളിത്തരം മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. ഇവരെ പോലത്തെ മൂന്നാംകിട ചാനലിന് മറ്റുള്ളവർ വേണം. അയാള് പറഞ്ഞതിൽ ഇപ്പൊ എന്താ കുഴപ്പം? കത്തുമ്പോ വാഴ വെട്ടാൻ പോയാലേ അങ്ങനെ ഇരിക്കും. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ എക്സ് വൈ വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അടൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. സന്തോഷ് പണ്ടിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. വണ്ടി തള്ളാൻ വേറൊരു സഹായം വേണ്ട, ഞാൻ മാത്രം മതി. എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്, ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. സന്തോഷ് പണ്ഡിറ്റിന്റെ ആദ്യ കാലഘട്ടത്തിൽ ചാനൽ ചർച്ച മുതൽ ഇദ്ദേഹത്തിന്റെ സിനിമ മുതൽ നോക്കിക്കഴിഞ്ഞാൽ അപരാധം എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് ഞാൻ മാറി. പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല, പക്ഷെ കൊട്ടാരക്കര പറഞ്ഞതിനോട് ഞാൻ ചെറിയൊരു യോജിപ്പ് പറയും. സ്വന്തം ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഇതേപോലെ ബുള്ളി ചെയ്യുന്ന ഈ കൾച്ചർ ഇന്ന് ഇവിടെ എക്സ്പോസ്ഡ് ആയി. എനിക്ക് അപ്പോഴേ തോന്നി അവൻ ടോക്സിക് ആണെന്ന്. അദ്ദേഹത്തിന്റെ മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് വളരെ മോശമായിട്ട് അദ്ദേഹം പറഞ്ഞു. സന്തോഷ് പണ്ഡിറ്റിന്റെ കോമാളിത്തരം അത് കഴിഞ്ഞിട്ടാ പറഞ്ഞേ. അതാണോ കാര്യം? അല്ല, അങ്ങനെ ഹത്യ ചെയ്ത സായിയെ ന്യായമാണോ ഇത് നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവം സന്തോഷം പഠിച്ചോണ്ട ആള് സായിയോട് സായി എന്റെ കോമാളിത്തരം പറഞ്ഞപ്പോ എടാ നിന്റെ മൂന്നാംകിട ചാനലല്ലേ ചോദിച്ചേ. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ പിടിയിട്ടില്ലേ? ഇനി മേല ഇത് പറഞ്ഞ ഈ കമ്പനിയുടെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ടാറുണ്ട്. സന്തോഷ് പണ്ഡിറ്റിനോട് തിരിച്ചു നടത്താനാ. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റിന് കോമാളിത്തരം പ്രശ്നമായി. കോമാളിത്തരം മോശമായിട്ടുള്ള ഒരു കാര്യമാണോ? നല്ല കാര്യമാണ് കോമാളിത്തരം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ തെറ്റ് വരെ